ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശരത്തും ചന്ദ്രയും കൂടി സംസാരിക്കുകയാണ്. എന്നിട്ട് ശരത്ത് ചന്ദ്രയോട് ചോദിക്കുകയാണ്, അല്ല, ഒരു വക്കീൽ എന്ന നിലയിൽ ചന്ദ്രയുടെ അഭിപ്രായം എന്താണ്? സിദ്ധുവിന് ജാമ്യം കിട്ടുമോ? അപ്പോൾ ചന്ദ്ര പറയാണ്, അറിയില്ല, കോടതി തീരുമാനിക്കുന്നത് പോലെയായിരിക്കും. അല്ല, ചന്ദ്രയുടെ മനസ്സിലുള്ള ആഗ്രഹം സിദ്ധുവിന് ജാമ്യം കിട്ടണം എന്നായിരിക്കും, കാരണം ഭർത്താവല്ലേ. അപ്പോൾ ചന്ദ്ര പറയണ, അത് പിന്നെ അങ്ങനെ തന്നെയാണ്, ജാമ്യം കിട്ടണം എന്ന് തന്നെയാണ് എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം. പക്ഷേ സിദ്ധു ഇപ്പോൾ കസ്റ്റഡിയിൽ ആയതുകൊണ്ട് എനിക്ക് ഒരു വശത്ത് നിന്ന് സങ്കടവുമുണ്ട്, ഒരു വശത്ത് നിന്ന് സന്തോഷവുമുണ്ട്. അപ്പോൾ ശരത്ത് പറയുന്ന, ആ വിഷമം ഇപ്പോൾ നിരപരാധിയായ സിദ്ധു ജയിലിൽ കിടക്കുന്നത് കൊണ്ടായിരുന്നു. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, ആ ഒരു വിഷമം വേണ്ട, അവന് അർഹിക്കേണ്ട ശിക്ഷ തന്നെയാണ് അവനിപ്പോൾ ലഭിച്ചിട്ടുള്ളത്. വക്കീലിനെ അവൻ ഒരുപാട് കണ്ണീരി കുടിപ്പിച്ചതല്ലേ, അതും പോരാഞ്ഞിട്ട് വിഷ്ണുവിനെ ജയിലിലാക്കുകയും ചെയ്തില്ലേ. ഇതിനൊക്കെയുള്ള തിരിച്ചടിയാണ് അവനിപ്പോൾ ലഭിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ സിമ്പതി തോന്നി അവനെ അങ്ങ് രക്ഷിക്കാമെന്ന് വക്കീലിൻ്റെ മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരു തോന്നലങ്ങ് മാറ്റിവെച്ചേക്ക്. ആദ്യം ഒരു കാര്യം ഓർത്തോ, സിദ്ധു പുറത്തിറങ്ങിയാലേ പ്രേമയെക്കുറിച്ച് അന്വേഷിക്കും. പ്രേമയെ കണ്ടെത്തിയാൽ പിന്നെ നീ ആയിരിക്കും അകത്തു പോവുക. അതുകൊണ്ട് സിദ്ധുവിനെ അങ്ങ് ശത്രുപക്ഷത്ത് തന്നെ നിർത്തിയേക്ക്. പറ്റുമെങ്കിൽ ആ ദേവികയെ കൂടി അകത്താക്കാൻ നോക്ക്. അപ്പം നമുക്ക് നല്ലൊരു ചാൻസാണ് കിട്ടിയിട്ടുള്ളത്. നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് നിന്നാൽ പലതും നേടിയെടുക്കാം. അതുകൊണ്ട് പറ്റുമെങ്കിൽ ആദ്യം അത് ചെയ്യാൻ നോക്ക്. ഇപ്പോഴത്തെ അവസരം ഇനി വീണ് കിട്ടണമെന്നില്ല. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? അപ്പോൾ ചന്ദ്ര, ആ മനസ്സിലായി. പിന്നീട് സിദ്ധുവിനെ കാണാൻ വീണ്ടും നിരഞ്ജനും വിശാലും വക്കീലും കൂടി ചെല്ലുകയാണ്. എന്നിട്ട് വിശാൽ പറയാണ്, കാറ് പാർക്ക് ചെയ്ത സ്ഥലത്ത് ഒറ്റ CCTV പോലുമില്ല, ഞങ്ങൾ അതെല്ലാം പരിശോധിച്ചു. ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് പോലും ഒരു പിടുത്തവുമില്ല. പോലീസ് എന്താണ് പറയുന്നത്? അപ്പോൾ സിദ്ധു പറയാണ്, പോലീസിൻ്റെ ഭാഗത്ത് കുറ്റം പറയാൻ കഴിയില്ല, എനിക്കെതിരെയാണ് എല്ലാ തെളിവുകളും ഉള്ളത്. ജാമ്യം കിട്ടാൻ ഒരു സാധ്യതയുമില്ല. 15 ദിവസത്തേക്ക് എന്നെ റിമാൻഡ് ചെയ്യാനാണ് സാധ്യത. അപ്പോൾ വിശാൽ പറയണം, ഇനിയിപ്പോൾ ഈ കേസ് വരാൻ പോകുന്നത് പ്രേമേച്ചിയെ കാണാത്തതിൻ്റെ പേരിൽ ശരത്തിന് സിദ്ധുവിന് സംശയമുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പക തീർക്കാൻ വേണ്ടി ശരത്തിൻ്റെ അമ്മയെ കാറ് കൊണ്ടിടിച്ചത് എന്നായിരിക്കും ഇനിയിപ്പോൾ ഈ കേസ് വളച്ചൊടിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിരഞ്ജൻ പറയണേ, കേസ് അവർക്ക് എങ്ങനെ വേണമെങ്കിലും വളച്ചൊടിക്കാമല്ലോ, പക്ഷേ അതൊന്നും സത്യമല്ലല്ലോ, അതല്ലേ യാഥാർത്ഥ്യം. അപ്പോൾ വിശാൽ പറയണേ, ഞാൻ ചില പോലീസുകാരോട് സംസാരിച്ചു. അപ്പോൾ അവരൊക്കെ പറയുന്നത് ഇതെങ്ങനെ, ഈ കാറ് എങ്ങനെ അവിടെ എത്തി എന്നുള്ളതാണ്. അവർ പറയുന്നത് ചിലപ്പോൾ ഈ കാർ ആയിരിക്കില്ല, മറ്റേതെങ്കിലും കാർ ഉപയോഗിച്ച് കൃത്യം നടത്തിയതായിരിക്കും എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ വക്കീൽ പറയണേ, രക്തത്തിൻ്റെ സാമ്പിൾ എടുത്തിട്ടുണ്ട്, ആ സാമ്പിളും പ്രഭാവതി അമ്മയുടെ രക്തത്തിൻ്റെ സാമ്പിളും ഒന്നായാലാണ് കേസ് കടുപ്പിക്കാനാണ് സാധ്യതയുള്ളത്. അപ്പോൾ നിരഞ്ജൻ പറയണ, സിദ്ധു വിഷമിക്കേണ്ട, ഞങ്ങളൊക്കെ ഇല്ലേ നിൻ്റെ കൂടെ. അപ്പോൾ സിദ്ധു പറയണ, കോടതിയിൽ നിന്നും ജാമ്യം കിട്ടണം, അത് വക്കീലിൻ്റെ കയ്യിലാണ് ഇപ്പോൾ ഉള്ളത്. ജാമ്യം കിട്ടിയാൽ മാത്രമാണ് എനിക്കിനി എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. അപ്പോൾ വക്കീൽ പറയണ, എന്നെക്കൊണ്ട് കഴിയുന്നത് പോലെ ഞാൻ ജാമ്യത്തിൽ ഇറക്കാൻ നോക്കിക്കോളാം. പിന്നീട് മുത്തശ്ശിക്ക് ഹോസ്പിറ്റലിൽ എത്തുകയാണ്. എന്നിട്ട് ശരത്തുമായി സംസാരിക്കുകയാണ്, എങ്ങനെയുണ്ട് പ്രഭാതിക്ക്, വല്ല മാറ്റവും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരു മാറ്റവുമില്ല. ഇനിയിപ്പോൾ എന്താണ് പറയാനുള്ളത് എന്ന് ഡോക്ടർ ഇപ്പോൾ തങ്കച്ചിയോട് പറയും, അവരന്വേഷിക്കാൻ പോയിട്ടുണ്ട്. അപ്പോഴത്തേക്കും ചന്ദ്ര അവിടേക്ക് വരികയാണ്. അപ്പോൾ മുത്തശ്ശി പറയാണ്, പ്രഭാവതിക്ക് ഒന്നും സംഭവിക്കില്ല, ഞാൻ ഈശ്വരന്മാരോട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, പിന്നെ വരുന്ന വഴിക്ക് ഞാൻ അമ്പലത്തിൽ കയറി വഴിപാടൊക്കെ കഴിച്ചിട്ടുണ്ട്, മോൻ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട എന്ന് പറയട്ടെ. അപ്പോഴത്തേക്കും ചന്ദ്ര വന്ന് പറയാണ്, ഏറിയാൽ ഇനി 1 മണിക്കൂർ, അതിനുള്ളിൽ പ്രഭാവതി അമ്മയെ ഇനിയിപ്പോൾ വെന്റിലേറ്ററിൽ നിന്നും മാറ്റും, പിന്നെ അത് തിരിച്ചു വെക്കില്ല എന്ന് പറഞ്ഞതോടെ എൻ്റെ അമ്മ, മുത്തശ്ശി എൻ്റെ അമ്മ എന്ന് പറഞ്ഞ് ശരത്തങ്ങ് പൊട്ടിക്കരയുകയാണ് കേട്ടോ. അത് കാണുന്ന സമയത്ത് ചന്ദ്ര എന്താണ് അവൻ്റെ അഭിനയം എന്നുള്ള ഭാവത്തിലാണ് നോക്കുന്നത്. എന്നിട്ട് ശരത്തെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഒന്നിങ്ങ് വന്നേ എന്ന് പറഞ്ഞ് ചന്ദ്ര മാറ്റി നിർത്തുകയാണ്. അപ്പോൾ മുത്തശ്ശിയാണെങ്കിലോ ശരത്ത് ആ പറഞ്ഞ വാക്കുകളും ശരത്തിൻ്റെ വിഷമവും ഒക്കെ കാണുമ്പോൾ മുത്തശ്ശി പൊട്ടിക്കരയുകയാണ്. പ്രഭാവതി ഇനി ജീവിതത്തിലേക്ക് മടങ്ങി വരില്ല, എന്നേക്കുമായി ഈ ഭൂമി വിട്ടു പോകുമെന്ന് കേട്ടപ്പോൾ. എന്നിട്ട് ചന്ദ്രൻ ശരത്തിനോട് മാറ്റി നിർത്തി സംസാരിക്കുകയാണ്, എന്തിനാണ് ഇവിടെ കിടന്ന് മോങ്ങുന്നത്, നീ എന്തിനാണ് അഭിനയിക്കുന്നത്, നിനക്ക് ഒരു സങ്കടവുമില്ല എന്നുള്ളത് എനിക്കറിയാലോ, പിന്നെ എന്തിനാണ് നീ ഇവിടെ കിടന്ന് അഭിനയിച്ച്, ആരെ കാണിക്കാനാണ് നീ ഇപ്പോൾ അഭിനയിക്കുന്നത്, ഇവിടെ അതിന് ആരുമില്ലല്ലോ, ദേവികയുമില്ല, സിദ്ധുവുമില്ല, പിന്നെ ആരെ കാണിക്കാനാണ് നീ ഇങ്ങനെ കരഞ്ഞ് അഭിനയിക്കുന്നത്? അപ്പോൾ ശരത്ത് പറയണ, അത് ശരിയാണല്ലോ, ഞാൻ എന്തിനാ വെറുതെ കരയുന്നത്? ചന്ദ്ര പറയണ, പെട്ടെന്ന് കരച്ചിൽ നിർത്തണ്ട, ഇനിയിപ്പോൾ മുത്തശ്ശിക്ക് സംശയം തോന്നണ്ട, അതുകൊണ്ട് ഒന്ന് അഭിനയിച്ചേക്ക് എന്ന് വീണ്ടും പറയട്ടോ. അങ്ങനെ ശരത്ത് വീണ്ടും കരയുന്നത് പോലെ അങ്ങ് അഭിനയിക്കുകയാണ്. എന്നിട്ട് മുത്തശ്ശി ചോദിക്കുകയാണ്, അല്ല
നിങ്ങൾ രണ്ടുപേരും മാറി നിന്ന് എന്താണ് സംസാരിച്ചത്? അത് പിന്നെ മുത്തശ്ശി എൻ്റെ അമ്മയുടെ മൃതദേഹം ഇപ്പോൾ ഡൊണേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ പറഞ്ഞതാണ്. അമ്മയുടെ അവയവങ്ങളെല്ലാം ദാനം ചെയ്യുകയല്ലേ. അപ്പോൾ മുത്തശ്ശി പറയണ അതൊന്നും വേണ്ട മോനെ, എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്? അപ്പോഴത്തേക്കും തങ്കച്ചി അവിടേക്ക് വരികയാണ്. അപ്പോൾ അത് പിന്നെ പ്രഭാവതി അമ്മയുടെ ആഗ്രഹമില്ലേ, ആ ആഗ്രഹം മകൻ നിറവേറ്റുന്നു എന്നേ ഉള്ളൂ. പക്ഷേ അമ്മ അങ്ങനെ ആഗ്രഹിച്ചെങ്കിലും മകൻ അങ്ങനെ ചെയ്യണമെന്നില്ല. പക്ഷേ ശരത്തിൻ്റെ നല്ല മനസ്സുകൊണ്ടാണ് ശരത്ത് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ചന്ദ്ര ഇങ്ങനെ ശരത്തിനെ നോക്കുകയാണ്. ഓ, വല്ലാത്തൊരു മകൻ തന്നെ എന്നുള്ള ഭാവത്തിൽ കേട്ടോ. എന്നിട്ട് മുത്തശ്ശി ചോദിക്കുകയാണ്, അല്ല സിദ്ധുവിന് ജാമ്യം കിട്ടുമോ ചന്ദ്ര എന്ന് ചോദിക്കുമ്പോൾ, അറിയില്ല മുത്തശ്ശി, നീ ഒരു വക്കീലല്ലേ, അപ്പോൾ എന്താ നിനക്കറിയാത്തത്? ഇനിയിപ്പോൾ സിദ്ധുവിനെ പുറത്തിറക്കാൻ നീയാണോ ജാമ്യം നിൽക്കുന്നത്? നീയാണോ വക്കീലായിട്ട് വാദിക്കാൻ പോകുന്നത്? അല്ല, അതിനൊക്കെ ദേവികയുണ്ടല്ലോ, ദേവികയല്ലേ സിദ്ധുവിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. അല്ല, നീ സിദ്ധുവിൻ്റെ ഭാര്യയല്ലേ. ഞങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു ബന്ധമൊന്നും ഇല്ല എന്നുള്ളത് മുത്തശ്ശിക്ക് അറിയാവുന്നതല്ലേ. എല്ലാം ചെയ്തു കൊടുക്കുന്നത് ആ ദേവികയല്ലേ. പിന്നെ എന്തിനാണ് ഞാനിപ്പോൾ അയാളുടെ കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കുന്നത്? മുത്തശ്ശി പറയുന്ന, അല്ല അപ്പോൾ അവന് ജാമ്യം കിട്ടരുത്, അവൻ അകത്ത് കിടക്കുക തന്നെ ചെയ്യണം, അവന് ശിക്ഷ ലഭിക്കണം. അപ്പോൾ ചന്ദ്ര പറയണ, അത് തെറ്റ് ചെയ്താലും തെറ്റ് ചെയ്തില്ലെങ്കിലും ശിക്ഷയൊക്കെ ലഭിക്കും. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അല്ല, കോടതിക്ക് വേണ്ടത് തെളിവല്ലേ. അപ്പോൾ തെളിവ് ലഭിച്ചാൽ തെറ്റ് ചെയ്യാത്തവരും തെറ്റ് ചെയ്തവരും ഒക്കെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ചന്ദ്രയെ ഒന്ന് ശരത്ത് നോക്കുകയാണ്, ഇവള് അർത്ഥം വെച്ചുകൊണ്ടാണല്ലോ സംസാരിക്കുന്നത് എന്നുള്ള ഭാവത്തിൽ കേട്ടോ. അപ്പോഴത്തേക്കും തങ്കച്ചി വരികയാണ്. എന്നിട്ട് പറയണേ, പ്രഭാവതി അമ്മയുടെ വെന്റിലേറ്റർ മാറ്റി, ഇനി ഏത് നിമിഷവും ആ വാർത്ത നമുക്ക് കേൾക്കാം. അത് കേട്ടപ്പോൾ ശരത്ത് വീണ്ടും മുത്തശ്ശിയുടെ മുന്നിൽ അഭിനയിച്ചുകൊണ്ട് അങ്ങ് പൊട്ടിക്കരയുകയാണ്. മുത്തശ്ശിയും ഒപ്പം കരയുകയാണ് കേട്ടോ. എന്നിട്ട് ശരത്ത് കള്ളക്കണ്ണോടെ നോക്കുകയാണ്, മുത്തശ്ശി എങ്ങാനും കരയുന്നുണ്ടോ, മുത്തശ്ശി കാണുന്നുണ്ടോ എന്നുള്ള ഭാവത്തിൽ കേട്ടോ. അപ്പോഴത്തേക്കും അവിടേക്ക് ഡോക്ടർ വരികയാണ്. എന്നിട്ട് പറയുകയാണ്, ഇവിടെ ഒരു മിറാക്കിൾ സംഭവിച്ചിട്ടുണ്ട്. പ്രഭാവതി അമ്മയുടെ വെന്റിലേറ്റർ മാറ്റിയിട്ടും അവർക്ക് ഒരു കുഴപ്പവും വന്നിട്ടില്ല, അവർ മരിച്ചിട്ടില്ല, അവരിപ്പോൾ ശരിക്കും അവർ തന്നെയാണ് ശ്വാസം എടുക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഒരു അത്ഭുതം തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോൾ മുത്തശ്ശിക്ക് അങ്ങ് സന്തോഷമാവാണ് കേട്ടോ. അപ്പോൾ ചന്ദ്ര, അയ്യോ ഇവർ രക്ഷപ്പെട്ടല്ലോ, ഇനിയിപ്പോൾ ശരത്ത് കുടുങ്ങുമല്ലോ, ഞാനും ഒപ്പം കുടുങ്ങും, ആ പ്രേമയുടെ എല്ലാ കാര്യവും ഇവൻ പുറത്തു കൊണ്ടുവരുമല്ലോ എന്നുള്ള പേടിയിലാണ് കേട്ടോ ചന്ദ്ര നിൽക്കുന്നത്. അപ്പോൾ ചന്ദ്ര ചോദിക്കുകയാണ്, എന്താണ് ഡോക്ടർ പറഞ്ഞത്? അപ്പോൾ അവർ ജീവിതത്തിലേക്ക് മടങ്ങി വന്നോ എന്നൊന്നും പറയാൻ കഴിയില്ല. ചിലപ്പോൾ അവർ ഇതേ സ്റ്റേജിൽ ഒരുപാട് വർഷങ്ങളോളം കിടക്കാം, ചിലപ്പോൾ ഇവർ ഇതിനിടയ്ക്ക് മരിക്കുകയും ചെയ്യാം, ഒന്നും പറയാൻ കഴിയില്ല. പക്ഷേ ഇപ്പോൾ എന്തായാലും അവർ മരിച്ചിട്ടില്ല. അവരിപ്പോൾ പ്രഭാവതി അമ്മ വീണ്ടും ശ്വാസം ശരിക്കും ശ്വസിക്കുന്നുണ്ട്. വെന്റിലേറ്ററിൻ്റെ സഹായമില്ലാതെ, കൃത്രിമമായ സഹായമില്ലാതെ അവർ തന്നെ ശ്വാസം എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞതോടെ ശരത്ത് അങ്ങ് ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. അപ്പോൾ ഡോക്ടർ, ഇനിയും ഈ ഒരു അവസ്ഥ തുടരാം, ഇനിയും ഇതിനിടയ്ക്ക് മരിക്കുകയും ചെയ്യാം എന്നുള്ള വാർത്ത കേട്ടപ്പോൾ ശരത്ത്, അങ്ങനെയാണെങ്കിൽ ഇനിയും ഞാൻ അവരെ ഇല്ലാതാക്കേണ്ടി വരും, അല്ല എന്നുണ്ടെങ്കിൽ എന്നെക്കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും അവർ പുറത്തു പറയും, അവർ ജീവനോടെ വരരുത് എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ ശരത്ത് വീണ്ടും പ്രഭാവതിയെ കൊല്ലും, ആരും കാണാതെ ഞാൻ കൊന്നുകളയും എന്നുള്ള ഭാവത്തിലാണ് നിൽക്കുന്നത്. എന്നിട്ട് ഡോക്ടർ നല്ല സന്തോഷത്തോടു കൂടി അവരുടെ ജീവിതം ഇനി ഒരുപക്ഷെ ചിലപ്പോൾ ഇമ്പ്രൂവ്മെൻ്റ് ആവും, അല്ല എന്നുണ്ടെങ്കിൽ ഇതേ സ്റ്റേജിൽ കിടക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ മുത്തശ്ശി പറയണേ, എൻ്റെ പ്രാർത്ഥന കൊണ്ടാണ് പ്രഭാവതിക്ക് ഒന്നും സംഭവിക്കാതിരുന്നത്, ഇനി പ്രഭാവതിക്ക് ഒരു കുഴപ്പവും വരില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഡോക്ടറോട് ചന്ദ്ര ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ അവയവദാനം ഇനി അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഡോക്ടർ പോകുന്നത്. അപ്പോൾ തങ്കച്ചി ചോദിക്കുന്നുണ്ട്, അല്ല ഈ ഒരു സ്റ്റേജിൽ കിടക്കുമ്പോൾ ഇനിയും ഒരുപാട് കാശിന് ചിലവ് വരുമോ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും ഇപ്പോൾ പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞാണ് ഡോക്ടർ അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ ശരത്ത് മനസ്സിൽ ഉദ്ദേശിച്ചതുപോലെ നടന്നില്ല. ഇനിയിപ്പോൾ അവരെങ്ങാനും ജീവിതത്തിലേക്ക് വന്നാൽ അത് എനിക്ക് ദോഷമാണ്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആരും അറിയാതെ അവരെ ഇല്ലാതാക്കണം എന്നുള്ള ചിന്തയോടു കൂടിയാണ് ശരത്ത് നിൽക്കുന്നത്. അപ്പോൾ മുത്തശ്ശി ചോദിക്കുകയാണ്, ദേ ശരത്ത് മോനെ, നിനക്ക് സന്തോഷമായില്ലേ എന്ന് ചോദിക്കുമ്പോൾ ശരത്ത് ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ചന്ദ്ര ശരത്തിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് സ്വകാര്യത്തിൽ പറയാണ്, ദൈവമുണ്ട് എന്നുള്ളത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ശരത്തെ, പ്രഭാവതി അമ്മയുടെ ഈ തിരിച്ചുവരവ് അത് നീ സൂക്ഷിച്ചോ എന്ന് പറഞ്ഞിട്ടാണ് ചന്ദ്ര പോകുന്നത്. പിന്നീട് കോടതിയിലേക്ക് സിദ്ധുവിനെയും കൂട്ടി പോലീസുകാരെത്താണ്. അപ്പോൾ അവിടെ പ്രിയയും ദേവികയും കാത്തു നിൽക്കുകയാണ്. എന്നിട്ട് സിദ്ധു, എനിക്ക് കുറച്ച് ദേവികയോട് സംസാരിക്കണമെന്ന് പോലീസിനോട് പറയാട്ടോ. എന്നിട്ട് പറയുകയാണ്, ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ദേവികയെ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളത് എനിക്ക് നല്ല പൂർണ്ണ വിശ്വാസമുണ്ട്, അതുകൊണ്ട് തന്നെ
തന്നെ എനിക്കൊരു കുറ്റബോധവുമില്ല. പിന്നെ എനിക്കിപ്പോൾ ഇതിൻ്റെ പേരിൽ എന്ത് കിട്ടിയാലും എന്ത് ശിക്ഷ ലഭിച്ചാലും ഞാനത് അംഗീകരിക്കാൻ തയ്യാറാണ്. പക്ഷേ ദേവിക ഒരിക്കലും അകപ്പെടരുത് എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് സ്റ്റേഷനിലേക്ക് പോകുന്ന സമയത്ത് നിരഞ്ജൻ ഡോക്ടറെയും കൂട്ടി വേണം പോവാൻ. ഇപ്പോൾ നമ്മളെ സഹായിക്കാനും വിശ്വസിക്കാൻ പറ്റുന്ന ആളും ഒരേ ഒരാൾ, അത് നിരഞ്ജൻ ഡോക്ടർ മാത്രമാണ്. എന്നെ ചതിച്ചതുപോലെ നിന്നെയും അകപ്പെടുത്താൻ പലരും ശ്രമിക്കും. അതുകൊണ്ട് നീ ഒരിക്കലും അകത്താവരുത് എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. എനിക്ക് എന്ത് സംഭവിച്ചാലും എനിക്കൊരു കുഴപ്പവുമില്ല. പക്ഷേ ദേവിക, നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് എനിക്ക് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ദേവികയോട് സംസാരിച്ച ശേഷമാണ് സിദ്ധു അകത്തേക്ക് കോടതിയിലേക്ക് കയറി പോകുന്നത്. അപ്പോൾ പ്രിയ പറയുകയാണ്, സിദ്ധുവിന് എന്തായാലും ചേച്ചി ജാമ്യം കിട്ടും, ചേച്ചി ഒന്നും കൊണ്ടും വിഷമിക്കേണ്ട. അപ്പോൾ ദേവിക പറയണ, നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, ഇനിയെല്ലാം കോടതി തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞ് പ്രിയയും ദേവികയും നിരഞ്ജനും കൂടി നേരെ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. ഈ സമയം തങ്കച്ചി സ്വാമിയോട് പറയുകയാണ്, എനിക്കെന്തോ ഇതിലെന്തോ സിദ്ധു പ്രതിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല, സിദ്ധു ഒരിക്കലും അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ സ്വാമി പറയുന്ന, അല്ല അവർക്കൊരു കയ്യബദ്ധം പറ്റിയതാണെങ്കിൽ ഇല്ല, ഒരിക്കലും സിദ്ധു ആണ് അത് ചെയ്തത് എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. ഇത് സിദ്ധുവിനെ മനഃപൂർവ്വം ആരോ കുടുക്കിയതാണ്, നല്ല ബുദ്ധിപൂർവ്വം കരുക്കൾ നീക്കി സിദ്ധുവിനെ അകത്താക്കിയതാണ്. അല്ലാതെ ഒരിക്കലും സിദ്ധു അങ്ങനെയൊന്നും ചെയ്യില്ല. അഥവാ സിദ്ധുവിന് ഒരു കയ്യബദ്ധം പറ്റിയതാണെങ്കിൽ സിദ്ധു അത് ഉറപ്പായും പോലീസിനോട് പറയും. ഇതങ്ങനെയല്ല, ഇത് എന്തോ ഒരു ചതി നടന്നിട്ടുണ്ട്. അപ്പോൾ സ്വാമി പറയണേ, വെറുതെ തങ്കച്ച് തല ഉണ്ടാക്കണ്ട, ശരത്ത് അത്രയ്ക്ക് നല്ലവനൊന്നുമല്ല, അവൻ ചെയ്തു കൂട്ടിയ പാപത്തിൻ്റെ ഫലമാണ് ഇപ്പോൾ പ്രഭാവതി അമ്മയ്ക്ക് ഇങ്ങനെ സംഭവിച്ചത്, അങ്ങനെ കരുതിയാൽ മതി. അപ്പോൾ തങ്കച്ച്, അത് ശരിയാണ്, എന്തിനാ ഞാൻ വെറുതെ എൻ്റെ തല പൊക്കുന്നല്ലേ എന്നൊക്കെ പറയാണ്. പിന്നീട് മനോഹരൻ മുത്തശ്ശി അകത്തേക്ക് കയറി വരുമ്പോൾ ചോദിക്കുകയാണ്, എന്തായി അമ്മ ഹോസ്പിറ്റലിൽ പോയിട്ട്, പ്രഭാവതി അമ്മയെ കണ്ടോ? എന്തായാലും കണ്ടില്ലെങ്കിലും നിനക്കെന്താ, നീ എന്തിനാ എന്നോട് അതൊക്കെ ചോദിക്കുന്നത്? അതെന്താ അമ്മ, ഇവിടെ നിന്നും പോകുന്ന പോലെയല്ലല്ലോ, നല്ല ദേഷ്യത്തിലാണല്ലോ കയറി വന്നിരിക്കുന്നത്. അതിരിക്കട്ടെ, ഇവിടെയുള്ള രണ്ടുപേര് എവിടെ? എനിക്കറിയില്ല, എന്നോട് പറഞ്ഞില്ല. എന്താ നിന്നോട് പറയാതെയാണോ അവർ പോയത്? എനിക്കറിയാം അവർ പോയിട്ടുള്ളത് കോടതിയിലേക്കായിരിക്കും, ആ സിദ്ധുവിന് ജാമ്യം കിട്ടുമോ എന്നറിയാൻ. എങ്കിൽ നീ ഒന്ന് കേട്ടോ, ആ സിദ്ധുവിന് ഒരിക്കലും ജാമ്യം കിട്ടില്ല, അവൻ അകത്ത് കിടക്കുക തന്നെ ചെയ്യും. പ്രഭാവതിയോട് ഈ ചെയ്തതിന് അവൻ അനുഭവിക്കും. എനിക്കിപ്പോൾ തോന്നുന്നത്, പ്രഭാവതിയോട് ഇങ്ങനെ ചെയ്ത സ്ഥിതിക്ക് ഇവിടെ പാർവതിയെയും തട്ടിക്കൊണ്ടുപോയതും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതൊക്കെ അവൻ തന്നെ ആയിരിക്കും. അപ്പോൾ മനോഹരൻ പറയണേ, അമ്മയ്ക്ക് ഇങ്ങനെ തൊള്ള തോന്നിയത് വിളിച്ചു പറയണേ, അമ്മയ്ക്ക് പ്രാന്താണ്, അതുകൊണ്ടാണ്. ആടാ, ഞാൻ സത്യം വിളിച്ചു പറയുമ്പോഴേ നിനക്ക് അങ്ങനെയൊക്കെ തോന്നും. നീ ഒരു കാര്യം ചിന്തിച്ചോ, ഓരോ ദിവസവും നമ്മുടെ വീട്ടിൽ നിന്നും ഓരോരുത്തരായി ഇല്ലാതാകുന്നു, അവസാനം ആ ദേവി ഒറ്റയ്ക്കാവും. അപ്പോൾ നീ പഠിച്ചോളും ഇതിൻ്റെയൊക്കെ പിറകിൽ അവളായിരുന്നു എന്നുള്ളത്. അപ്പോൾ മനോഹരൻ പറയണേ, എനിക്കങ്ങനെ ഒന്നിനെയും പേടിയില്ല. എൻ്റെ 2 മക്കളെ നഷ്ടപ്പെട്ടതിൻ്റെ വേദന ദിവസവും അനുഭവിക്കുന്നവനാണ് ഞാൻ. എനിക്കങ്ങനെ ഒന്നിനെക്കുറിച്ചും ഒരു പേടിയുമില്ല എന്ന് പറഞ്ഞ് മനോഹരൻ എണീറ്റ് പോവാണ്. പിന്നീട് ചന്ദ്ര വിഷ്ണുവിനെ കാണാൻ വേണ്ടി ജയിലിലേക്ക് വരികയാണ്. എന്നിട്ട് കാര്യങ്ങളൊക്കെ പറയാണ്. സിദ്ധു ഇപ്പോൾ അകത്താണ് പ്രഭാവതി അമ്മയെ കൊല്ലാൻ വേണ്ടി നോക്കിയതിന്. അത് കേട്ട ഉടനെ തന്നെ വിഷ്ണു പറയണേ, ഇല്ല ഒരിക്കലും സിദ്ധു അങ്ങനെ ചെയ്യില്ല, ഇത് ആരോ ചതിച്ചതാണ്, എനിക്ക് ഉറപ്പുണ്ട്, ഇത് ചതിച്ചതും അവൻ തന്നെയായിരിക്കും, ആ ശരത്ത്. വെറുതെ ഓരോന്ന് പറയേണ്ട വിഷ്ണു, ഇതൊക്കെ ചെയ്തത് സിദ്ധു തന്നെയാണ്. CCTVയിൽ എല്ലാ ദൃശ്യവുമുണ്ട്. CCTVയിൽ കാറൊക്കെ അല്ലേ ഉള്ളൂ, CCTVയിൽ ആളെ കാണാനില്ലല്ലോ. അതോടുകൂടി ചന്ദ്ര ഒന്നും മിണ്ടാതാവാൻ കേട്ടോ. എനിക്കറിയാം ഇതിൻ്റെ പിറകിൽ ആ ശരത്ത് തന്നെയാണ്. അതിൽ സിധു അറിയാതെ അകപ്പെട്ടതാണെന്നുള്ളതും അവൻ അകപ്പെടുത്തിയതാണെന്നുള്ളതും എനിക്കറിയാം. പക്ഷേ ഒരു കാര്യമുണ്ട്, സിധു അകത്ത് വന്നാൽ എൻ്റെ ജാമ്യം പിന്നെ ഇനിയും നീളും, എനിക്ക് പുറത്തിറക്കാൻ കഴിയില്ല. അപ്പോൾ ചന്ദ്ര പറയുന്നത്, എനിക്കുള്ള ആശ്വാസം ഡിവോഴ്സ് ഇനിയും നീളുമെന്നുള്ളതിലാണ്. നിനക്ക് ഡിവോഴ്സ് നീളുന്നതിൽ, പക്ഷേ എനിക്ക് ഇവിടെ നിന്ന് പുറത്തിറങ്ങാത്തതിൻ്റെ ദേഷ്യമാണുള്ളത്. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, നമ്മൾ തമ്മിലുള്ള ബന്ധം തകരാതെ നോക്കണമെന്നുള്ളത് ഞാൻ നിന്നോട് പറഞ്ഞതാണ്. അല്ല എന്നുണ്ടെങ്കിൽ അത് നിനക്ക് തന്നെയാണ് ദോഷം ചെയ്യും. ഞാൻ ഇവിടെ നിന്ന് പുറത്തിറങ്ങാൻ വഴുകും തോറും അത് നിനക്ക് കൂടി ദോഷം ചെയ്യും. ഇനി വിഷ്ണുവിനെ പുറത്തിറക്കാൻ വേണ്ടി എന്നെക്കൊണ്ട് കഴിയുന്നത് പോലെ ഞാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ആരും അതിന് തയ്യാറല്ല. എന്നാൽ ഞാൻ തന്നെ വാദിക്കാമെന്ന് പറഞ്ഞാൽ വിഷ്ണു അതിന് സമ്മതിക്കുന്നുമില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ്? അപ്പോൾ വിഷ്ണു പറയുന്നത്, നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, എൻ്റെ ഭാര്യയെ
മറ്റൊരുത്തൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കാൻ വിടുമ്പോൾ അത് നടക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ശരത്തിന് സ്വന്തം അമ്മയെ ആക്സിഡൻ്റ് ആക്കാൻ കഴിയില്ല? അത് നടത്തിയത് അവനാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഒരു കാര്യം നീ ചിന്തിച്ചോ, എന്നെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പുറത്തിറക്കുന്നതാണ് നിനക്ക് നല്ലത്. അല്ല എന്നുണ്ടെങ്കിൽ നിനക്ക് തന്നെയാണിത് ദോഷം ചെയ്യൂ എന്ന് പറഞ്ഞിട്ടാണ് വിഷ്ണു പോകുന്നത്. അതോടുകൂടി ചന്ദ്ര ഇനി എന്ത് ചെയ്യണം? വിഷ്ണു ഒരു ഭാഗത്ത്, ശരത്ത് ഒരു ഭാഗത്ത്, ഇതിൻ്റെ ഇടയിൽ ഞാനാണല്ലോ കുഴഞ്ഞു പോകുന്നത് എന്നുള്ള ഭാവത്തിലാണ് നിൽക്കുന്നത്.